നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഇഷ്ടതാരമാണ് കാവ്യ മാധവൻ. പൂക്കാലം വരവായി എന്ന കമൽ ചിത്രത്തിലൂടെ ബാലതാരമായി മലയാള സിനിമാ ലോകത്തേക്കെത്തിയ നായിക. കമലിന്റെ തന്നെ അഴകിയ രാവണനിലെ അഴകുള്ള കൗമാരക്കാരി. പിന്നീട് ദിലീപിന്റെ നായികയായി ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രം, തങ്കാശിപ്പട്ടണം, മീശ മാധവൻ, മിഴി രണ്ടിലും തുടങ്ങി നാടൻ പെൺകുട്ടിയുടെ വശ്യതയിൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നായികയായി മാറി കാവ്യ. പെരുമഴക്കാലത്തിലെ അഭിനയത്തിൻ്റെ ഒതുക്കവും അടക്കവും സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരത്തിലേക്കും എത്തിച്ചു. ഗധാമ, 4 പെണ്ണുങ്ങൾ പോലെയുള്ള ചിത്രങ്ങളിലും കാവ്യയുടെ അഭിനയ സാന്നിധ്യം ശ്രദ്ധേയമായി. തുടർന്ന് നിരവധി മലയാളം സിനിമകളിലും തമിഴ് സിനിമകളിലും തിളങ്ങുകയും ചെയ്തു. നടൻ ദിലീപുമായുള്ള വിവാഹശേഷം അഭിനയത്തിൽ സജീവമല്ലെങ്കിൽ പോലും ഇപ്പോഴും മലയാളികളുടെ ഇഷ്ട നായികമാരിൽ ഒരാൾ തന്നെയാണ് കാവ്യ. കാവ്യയുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട്. ദിലീപിനെ വിവാഹം ചെയ്തതോടെ സിനിമ വിടുകയായിരുന്ന കാവ്യ ഇന്ന് മകൾ മഹാലക്ഷ്മിയെയും നോക്കി വീട്ടുകാര്യങ്ങൾക്കൊപ്പം തൻ്റെ ബിസിനസ്സുമൊക്കെയായി മുന്നോട്ട് പോവുകയാണ്. അതിനിടെ ഇപ്പോഴിതാ കാവ്യയുടെ ആസ്തിയും സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് വാങ്ങിയ പ്രതിഫലവുമൊക്കെ ചർച്ചയാവുകയാണ്. ദിലീപിൻ്റെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ ഇല്ലാതെ തന്നെ കാവ്യ കോടീശ്വരിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബാലതാരമായി കരിയർ ആരംഭിച്ച കാവ്യ പൂക്കാലം വരവായി എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത്. എന്നാൽ അഴകിയ രാവണൻ എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി പ്രേക്ഷക ശ്രദ്ധ നേടുന്നത്. പിന്നീട് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെയായിരുന്നു നായികയായുള്ള അരങ്ങേറ്റവും. തുടർന്ന് ഒന്നിനു പുറകെ ഒന്നായി നിരവധി സിനിമകളാണ് കാവ്യയെ തേടിയെത്തിയത്. ഓരോ സിനിമയ്ക്കും അക്കാലത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലവും കാവ്യയ്ക്ക് തന്നെയായിരുന്നു. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ തുടക്കകാലത്ത് തന്നെ ലക്ഷങ്ങളാണ് കാവ്യയ്ക്ക് പ്രതിഫലമായി ലഭിച്ചത്. അവിടെ നിന്നും സംസ്ഥാന പുരസ്കാരങ്ങളടക്കം സ്വന്തമാക്കി വിജയകരമായ കരിയറുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കാവ്യ ആദ്യമായി വിവാഹിതയാകുന്നത്. സിനിമയിൽ നിന്നും നല്ല രീതിയിൽ സമ്പാദിച്ച ശേഷമായിരുന്നു നടിയുടെ വിവാഹം. അതുകൊണ്ട് തന്നെ സ്വർണത്തിൽ മുങ്ങിയാണ് കാവ്യ അന്ന് വിവാഹവേദിയിലേക്ക് എത്തിയത്. കഴുത്ത് നിറയെ വ്യത്യസ്ത തരത്തിലുള്ള മാലകൾ അണിഞ്ഞും കൈ നിറയെ വളകൾ അണിഞ്ഞും സർവാഭരണ വിഭൂഷിതയായിരുന്നു കാവ്യ. ഇക്കാരണത്താൽ തന്നെ കാവ്യയുടെ വിവാഹ ചിത്രങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. ഏകദേശം 500 പവന് മുകളിൽ കാവ്യ ധരിച്ചിട്ടുണ്ടാകും എന്നായിരുന്നു അന്ന് ആരാധകർക്കിടയിലെ ചർച്ചകൾ. എന്നാൽ ആദ്യ വിവാഹത്തിന് ധരിച്ച അത്രയും ആഭരണങ്ങൾ കാവ്യ രണ്ടാമത്തെ വിവാഹത്തിന് അണിഞ്ഞിരുന്നില്ല. ട്രഡീഷണൽ ആണോ കണ്ടംപററി ആണോ എന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒറ്റ വലിയ മാലയായി തോന്നുന്ന 2 മാലകൾ ചേരുന്ന ഡിസൈനിലുള്ള നെക്ക് പീസായിരുന്നു രണ്ടാം വിവാഹത്തിന് കാവ്യ അണിഞ്ഞത്. സെമി പ്രഷ്യസ് സ്റ്റോണുകളും ഉപയോഗിച്ച നെക്ലസ് ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണ് എന്നായിരുന്നു വിവരം. അതേസമയം ഏകദേശം 100 കോടിയുടെ അടുത്ത് വരും കാവ്യയുടെ ആകെ ആസ്തി എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ചെന്നൈ, കാസർഗോഡ്, കൊച്ചി എന്നിവിടങ്ങളിലായി കോടികൾ വില വരുന്ന ഫ്ളാറ്റുകളും ബിസിനസ്സുകളുമൊക്കെ താരത്തിനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ദിലീപിൻ്റെ ആകെ ആസ്തിയുടെ 1/3 കാവ്യയ്ക്കും ഉണ്ടെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇതൊന്നും കൂടാതെ തന്നെ താരത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ബിസിനസ്, താരത്തിൻ്റെതായ ലക്ഷ്യ എന്ന വസ്ത്രവ്യാപാര സ്ഥാപനം കൂടിയുണ്ട്. അതിൽ നിന്നും ലക്ഷങ്ങളാണ് വരുമാനമെന്നാണ് പ്രാഥമിക നിഗമനവും.